ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ലഞ്ചിനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഏത് സമയത്തായാലും നമുക്ക് 3 നേരം ഏത് സമയത്തും വേണം കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ സോട്ടിങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് പോലെ അടിഞ്ഞേക്കുവാണ്. പിന്നെ എടുത്തേക്കുന്നത് പനീറാണ്. പനീർ ചെറുതായിട്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്, ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് പനീർ. പിന്നെ ക്യാപ്സിക്കം പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കവും കൂടെ എടുക്കാം കേട്ടോ. ക്യാപ്സിക്കം ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിനകത്തൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, സ്വല്പം എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂണേ ഉള്ളേ. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ എപ്പോഴും അതാണ് നല്ലത്. അപ്പം നമുക്ക് ഒത്തിരി എണ്ണയുടെ ആവശ്യം വരത്തില്ല, ഒത്തിരി എണ്ണയൊന്നും ഇല്ല, ഒട്ടുമില്ല. അപ്പം നമുക്ക് ഈ പനീറൊന്ന് ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓവർ കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിനകത്ത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ഈ പച്ചക്കറികളെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, ഒത്തിരി ഉപ്പ് വേണ്ടേ, കുറച്ച് ഉപ്പ് മതി. നമുക്കൊരു രുചിക്ക് വേണ്ടി മാത്രം ഉപ്പ് മതി. പിന്നെ നമുക്ക് ഇനി എരിവിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണിനേക്കാൾ ഇച്ചിരി ഉണ്ട് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, നമുക്കിത് കഴിക്കാൻ റെഡിയാവും. അപ്പോൾ ഇതിനകത്തിട്ട പച്ചക്കറികളെല്ലാം തന്നെ നമ്മൾ പച്ചക്ക് കഴിക്കുന്നതല്ലേ, ക്യാരറ്റ് ആയാലും തക്കാളിക്കായാലും സവാളയെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇത് വെന്ത് വരേണ്ട ആവശ്യമില്ല. ഒരു അരഭാഗം ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഒരു അരഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം, ഇത്ര മതി. പച്ച ക്യാപ്സിക്കം കൂടെ ഒക്കെ നല്ല കളർഫുള്ളായാണ്. അപ്പോൾ നമുക്കിനി ഇത് കഴിക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഡെക്കറേഷന് വേണ്ടി ഒരു കറിവേപ്പില വെച്ചതേ ഉള്ളൂ. മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, മല്ലിയില ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇട്ടുന്നില്ല. പിന്നെ ഇവിടെ പച്ചക്കറികളുണ്ട്, ഇത് ചീരയുടെ തോരനാണ്, ഇതും കൂടെ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ചീരത്തോരൻ ഉള്ളതുകൊണ്ട് ഇലക്കറിയല്ലേ, അപ്പോൾ അതുകൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഡിഷ്. മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.